ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരിക്കാൻ ഏറ്റവും ഫ്രണ്ടിൽ ഡ്രൈവറിൻ്റെ ബാക്കിലോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ഫ്രണ്ടിലോ അല്ലെങ്കിൽ സെക്കൻഡ് സീറ്റിലൊക്കെ ഇരിക്കാൻ ഇഷ്ടം കേട്ടോ. പിന്നെ അടച്ചിടുന്ന ഇഷ്ടമല്ല, മഴ പെയ്യുന്നൊട്ടും ഇഷ്ടമല്ല. കാരണം മഴ പെയ്ത പിന്നെ മറ്റേ ടാർപ്പ മാതിരിയുള്ള തുണിയുടെ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ അടച്ചിടണം. അല്ല പിന്നെ മറ്റേ ഷട്ടറുള്ള സംഭവമാണെങ്കിൽ അടച്ചിടണം. അപ്പോൾ ഒരു എന്തോ അല്ലാണ്ട്. പക്ഷേ ഇതുവരെ ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് പുറം കാഴ്ചയും കാണാൻ ബോറടിക്കത്തില്ല. അപ്പോൾ എന്താണേലും ഗ്ലാസിൻ്റെ വിൻഡോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പുറം കാഴ്ചയൊക്കെ ആസ്വദിച്ച് ഞാനിങ്ങനെ കോട്ടയത്തോട്ട് യാത്ര ചെയ്യാൻ കേട്ടോ. കോട്ടയത്തേക്കല്ല, എൻ്റെ നാട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോണത്. അപ്പോൾ ഞാൻ കോട്ടയത്തെത്തി. കോട്ടയത്തുനിന്ന് ഒരു പൊറോട്ടയും കടലക്കറിയും ചായയൊക്കെ അടിച്ചിട്ട് വീണ്ടും ഞാൻ കൊട്ടാരക്കരയ്ക്കുള്ള ബസ്സിൽ കയറിയിട്ടാണ്. കൊട്ടാരക്കര ചെന്നു. അവിടെ നിന്ന് പിന്നെ പുനലൂർ ചെന്നിറങ്ങി. അവിടെ പോയിട്ട് എൻ്റെ കസിൻ വന്നായിരുന്നു. അവിടെ കാറിൽ പിന്നെ വീട്ടിൽ ചെന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് പിന്നെ ഞങ്ങൾ വൈകിട്ട് ആൻറ്റിയുടെ അങ്കിളിൻ്റെ കൂടെ ഞാൻ തിരിച്ച് കോതമംഗലം പോയിട്ടാണ്. അങ്ങനെ കോതമംഗലം പോയ വഴിക്ക് ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു കട കയറി പഴംപൊരിയൊക്കെ കഴിച്ചു. അപ്പോഴാണിത് ഈ പഞ്ചസാരപ്പഴം കാണുന്നതും അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതും കേട്ടോ. ഷുഗറിന് നല്ലതാണെന്നൊക്കെ ചേട്ടൻ പറഞ്ഞേ. പിന്നെ ഇത് ആകെ 3 പഴംപൊരി ഉണ്ടായിരുന്നത് ഞങ്ങൾ 3 തന്നു. പിന്നെ ബാക്കി ഞങ്ങൾ കൂടെ ഉണ്ടാക്കി തന്നു കേട്ടോ. അങ്ങനെ ചൂടൻ പഴംപൊരിയൊക്കെ വാങ്ങിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ അങ്ങനെ ബാക്കി പഴംപൊരിയൊക്കെ കാറിലൊക്കെ ഇരുന്ന് കഴിച്ച് വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആൻറ്റി എന്നെ കാര്യമായിട്ട് തന്നെ സൽക്കരിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ വീണ്ടും കോതമംഗലം സ്റ്റാൻഡിൽ നിന്ന് അങ്കമാലിക്കൽ ബസ്സിൽ കയറി ഇരിക്കാൻ കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പോയതാണ് കോതമംഗലത്ത് ആൻറ്റിയുടെ അങ്ങളുടെ വീട്ടിൽ നിൽക്കാനൊക്കെ കേട്ടോ. പിന്നെ ഇപ്പോഴാണ് എനിക്കിപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ കേട്ടോ. കാരണം ഞാൻ 5-ലോ 6-ലോ പഠിക്കുമ്പോഴാണ് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പള്ളിയിലൊക്കെ ഞാൻ കുഞ്ഞിലൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും ഞാൻ ആ പള്ളി വർഷങ്ങൾക്ക് ശേഷം ആ പള്ളിയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ഞാൻ തിരിച്ച് അങ്കമാലിയിൽ നിന്ന് വീട്ടിലെത്തി. കൊച്ചിന് 2 മുട്ടയൊക്കെ വാങ്ങിക്കൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അപ്പൂസ് ഓടി ഇപ്പോൾ വരും കേട്ടോ. അവിടെ മമ്മിയുണ്ട്. മമ്മീനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ മമ്മി അവിടെ വെള്ളത്തും കറിയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഞാനൊരു മുട്ടയൊക്കെ പൊരിച്ച് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ 2 ദിവസത്തെ ലോങ് ട്രിപ്പ് യാത്ര ചെയ്യണം. കാരണം വൈകിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങി കേട്ടോ. എന്നിട്ട് പിന്നെ രാവിലെ ഇന്ന് കൊച്ചിന് സ്കൂളിൽ പോകണമായിരുന്നു. കാരണം വ്യാഴാഴ്ച സെൻറ്റ് തോമസ് ഡേ ആയതുകൊണ്ടന്ന് കൊച്ചിന് സ്കൂൾ അവധിയായിരുന്നു. അപ്പോൾ ഇന്ന് കൊച്ചിന് ക്ലാസ് ഉണ്ടായതുകൊണ്ട് ഇന്ന് രാവിലെ എണീക്കണമായിരുന്നു. ചേട്ടയ്ക്ക് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. അപ്പോൾ രാവിലെ പിന്നെ എണീറ്റിട്ട് ചോറൊക്കെ വെച്ചിട്ട് പിന്നെ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അത് വറുത്തു. പിന്നെ ചമ്മന്തി അരച്ചു, മീൻകറിയും വെച്ചു, പുട്ടും പുഴുങ്ങി. രാവിലത്തൊക്കെയാണ് പരിപാടി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.